ശബരിമല സ്വർണ്ണക്കടത്തിലെ പങ്കാളിത്തം സംശയിക്കുന്ന ഡി മണി അന്വേഷണ സംഘത്തോട് സഹകരിക്കുന്നില്ല. ഇതോടെ ഡി മണിയെ വിശദമായി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. അതേസമയം മണിയുടെ സാമ്പത്തിക വളർച്ചയിലും വൻ ദുരൂഹതയുണ്ട്. സാധാരണ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്ന മണി 6 വർഷം കൊണ്ടാണ് ഇന്ന് കാണുന്ന ഈ നിലയിലേക്ക് വളർന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ഇയാളുടെ അതിവേഗത്തിലുള്ള വളർച്ച ഉൾപ്പെടെ SIT പരിശോധിക്കുന്നുണ്ട്. എന്നാൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഒന്നും അറിയില്ല എന്ന നിലപാട് ഡി മണി ആവർത്തിച്ചു. പറയാനുള്ളതെല്ലാം SITയോട് പറഞ്ഞിട്ടുണ്ടെന്നും ഡി മണി വ്യക്തമാക്കി. സാരംഗ് സുധാകരൻ വിവരങ്ങളുമായി ചേരുന്നു. സാരംഗ്, ഇത്തരത്തിൽ അന്വേഷണ സംഘത്തോട് സഹകരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇനി മുന്നോട്ട് ഏത് രീതിയിൽ പോകുമെന്നാണ് SIT കരുതുന്നത്? അശ്വതി, ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അടുത്ത് വന്ന ഒരു പേരായിരുന്നു ഡി മണി എന്ന് പറയുന്നത്. ഈ ഒരു അന്താരാഷ്ട്ര പുരാവസ്തു തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കൂടുതൽ കൊള്ള ഈ ഒരു ശബരിമലയിലും ഒപ്പം തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അടക്കം നടന്നിട്ടുണ്ട് എന്ന ഞെട്ടിക്കുന്ന വിവരത്തോടൊപ്പം തന്നെ ചേർത്ത് വായിക്കപ്പെട്ട ഒരു പേരായിരുന്നു ഡി മണി. പെട്ടെന്ന് തന്നെ, അതായത് ആരോപണം, ഈ ഒരു വിവരം ലഭിച്ചു, അടുത്ത ദിവസം തന്നെ ഈ ഒരു പേര് ഈ ഒരു ഡിണ്ടിഗൽ സ്വദേശിയിലേക്ക് എത്തുന്നു. പക്ഷേ ഈ ഒരു അന്വേഷണ സംഘം അന്വേഷിക്കുന്ന ആൾ ഞാനല്ല എന്ന ഒരു നിലപാടാണ് ഈ ഒരു ഡി മണി എന്ന് പറയുന്ന വ്യക്തി എടുത്തിട്ടുള്ളത്. മാത്രമല്ല, ഈ ഒരു അന്വേഷണവുമായി യാതൊരു രീതിയിലും സഹകരിക്കുന്നില്ല, അതായത് കൃത്യമായ വിവരങ്ങൾ പങ്കുവെക്കുന്നില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. ഈ ഒരു അന്വേഷണ സംഘം ഡിണ്ടിഗിലെത്തി ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ തന്നെ കൂടുതൽ വിവരങ്ങൾ ഇയാളുമായി ചോദിച്ചറിഞ്ഞിരുന്നു. പക്ഷേ തുടക്കം തൊട്ട് തന്നെ ഈ ഒരു അന്വേഷണ സംഘവുമായി സഹകരിക്കാത്ത നിലപാടായിരുന്നു. ഇനി കൂടുതൽ, അതായത് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടത്, അതായത് ഇതുമായി ബന്ധപ്പെട്ട ഇയാളുടെ പശ്ചാത്തലം അടക്കം മനസ്സിലാക്കി, അശ്വതി സൂചിപ്പിച്ച പോലെ തന്നെ ഇയാളുടെ പെട്ടെന്നുള്ളൊരു വളർച്ചയടക്കം സംശയാസ്പദമാണ്. മാത്രമല്ല, ഈ ഒരു തമിഴ്നാട് പോലീസിന്റെ അടക്കം സഹായം ഈ ഒരു പ്രത്യേക അന്വേഷണ സംഘം തേടിയിട്ടുണ്ട്. ഈ ഒരു തമിഴ്നാട് പോലീസും കൂടെ ചേർന്നിട്ടുള്ള ഈ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി ഇയാളുടെ പശ്ചാത്തലം, ഒപ്പം ഇയാളുടെ ഒരു വളർച്ചയുടെ ഒരു സാഹചര്യം എല്ലാം വിശദമായി പഠിച്ച ശേഷമായിരിക്കും കൂടുതൽ ഇയാളുടെ മൊഴിയെടുപ്പും മറ്റും നടക്കുക. ആവശ്യമെങ്കിൽ കസ്റ്റഡിയിലടക്കം എടുക്കാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു കൃത്യമായ വിവരങ്ങളില്ലാതെ, അതായത് ഇയാളുമായി ബന്ധപ്പെടുന്ന SIT ഈ ഒരു ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെടുന്ന കൃത്യമായ വിവരങ്ങളില്ലാതെ അറസ്റ്റിലേക്കും മറ്റും കടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിയമപരമായ പ്രശ്നങ്ങൾക്കും അനാവശ്യമായ സമയം, അതായത് കോടതിയിലടക്കം അദ്ദേഹം നീങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് SITക്ക് തിരിച്ചടിയാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷം നിയമ നടപടികൾ, അതായത് അറസ്റ്റിലേക്കും കസ്റ്റഡിയിലെടുക്കുന്ന കാര്യങ്ങളിലേക്കും അടക്കം കടക്കാനാണ് തീരുമാനം. ഒപ്പം ഈ ഒരു ഇയാളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റ് വിഷയങ്ങൾ, അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെടുന്ന ഇയാളുടെ മറ്റ് ബന്ധങ്ങളുണ്ടോ, ഒപ്പം തന്നെ ഈ ഒരു വ്യവസായിയുടെ മൊഴിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള മറ്റ് വിവരങ്ങളടക്കം അന്വേഷിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടക്കം ഈ ഒരു കൊള്ള നടത്താനുള്ള ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന വിവരമുണ്ട്. ഒപ്പം 4 പഞ്ചലോക വിഗ്രഹം കടത്തി എന്ന കാര്യവുമുണ്ട്. ഇതെല്ലാം മാത്രമല്ല, ഈ ഒരു അന്വേഷണത്തിൽ വലിയ വെല്ലുവിളി നേടുന്നത് എന്നാണെന്ന് പറഞ്ഞാൽ ഈ ഒരു പഞ്ചലോക വിഗ്രഹം കണ്ടെടുക്കുക, ഒപ്പം തന്നെ നഷ്ടപ്പെട്ട സ്വർണം വീണ്ടെടുക്കുക എന്ന കാര്യങ്ങളാണ്. അതിലേക്കും SITക്ക് കടക്കേണ്ടത്. ഒരു ഡി മണിയിൽ മാത്രം ഒതുങ്ങി നിൽക്കാനും കഴിയില്ല. ഒപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, മുൻ ദേവസ്വം ബോർഡ് മെമ്പർമാരായ N വിജയകുമാർ, ഒപ്പം തന്നെ ശങ്കർദാസ് എന്നിവരിലേക്കും അന്വേഷണം വ്യാപിക്കുന്നുണ്ട്. അവരുടെ ഈ കഴിഞ്ഞ ദിവസം ഹാജരാകാൻ നിർദ്ദേശം നൽകിയെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ ഹാജരായിട്ടില്ല. അവരിൽ നിന്നും ഉന്നതരിലേക്കും എത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ ദിവസം കഴിയും തോറും ഈ ഒരു ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ വ്യാപ്തിയും ഈ ഒരു വിഷയത്തിന്റെ കൂടുതൽ ആഴത്തിലേക്കുള്ള കാര്യങ്ങളാണ് നീങ്ങുന്നത്. ഈ ഒരു ഹൈക്കോടതിയുടെ ഒരു പരാമർശം ഉണ്ടായിരുന്നു. ഇത് കേരളത്തിൽ തന്നെ വലിയൊരു അഴിമതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. വമ്പൻ സ്രാവുകൾ ഇതിൽ പിടികൂടാനുണ്ട്. അതിലേക്ക് കടക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ SITയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇതിനി അന്താരാഷ്ട്ര പുരാവസ്തു തട്ടിപ്പ് സംഘവുമായി ബന്ധപ്പെടുത്തുന്ന കാര്യങ്ങളിലേക്കും, ഒപ്പം കേരളത്തിലെ എത്രത്തോളം ഉന്നതർ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, ഈ ഗൂഢാലോചനയിൽ പങ്കാളികളായവരാരൊക്കെയാണ് എന്നതിലേക്കായിരിക്കും ഇനി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം എത്തുക. അശ്വതി. ശരി സാരംഗ്.